ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബൂസ് വിഷ്വൽ ക്രിയേഷൻസ്. 2024 ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. പാനസോണിക്കിൻ്റെ ലുമിക്സ് G9 Mark II എന്ന് പറയുന്ന പുതിയ ക്യാമറയെക്കുറിച്ചുള്ള വിശേഷമാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുമിക്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ മോഡലാണ് G9 Mark II എന്ന് പറയുന്നത്. ഇപ്പോൾ നിക്കോണിൻ്റെ തന്നെ D7000, D7500 അങ്ങനെയുള്ള ക്യാമറകളൊക്കെ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പുതിയ ഫോർമാറ്റ്, അതായത് മിറർലെസ് ക്യാമറയിലോട്ട് വരുമ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ, അതായത് ബഡ്ജറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫോട്ടോ എന്തൂസിയാസ്റ്റിനൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനർ സ്പോർട്സ് ഫോട്ടോഗ്രാഫി, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫോക്കസിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ക്യാമറയാണ് ലുമിക്സ് G9 Mark II എന്ന് പറയുന്നത്. അപ്പോൾ G9 സീരീസ് വരുമ്പോൾ G സീരീസിൽ വരുന്ന ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള G6 സീരീസിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ക്യാമറയെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് പാനാസോണിക് ലുമിക്സ് ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ക്യാമറയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പാനാസോണിക് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ. ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു AF ആണ് ആദ്യമായിട്ട് ഈ ക്യാമറയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഫാസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള AF ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോക്കസ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു സീക്വൻസ്, പ്രത്യേകിച്ച് സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, ഇപ്പം വൈൽഡ് ലൈഫിലാണെങ്കിൽ മൂവിങ് ആക്ഷൻ ബേർഡ്സിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് പെട്ടെന്ന് നമുക്ക് ഓരോരോ ഇമേജസ് നഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഫോക്കസ് നഷ്ടപ്പെടാതെ നമുക്ക് ആ സീക്വൻസിൽ ബേർഡ് ഇൻ ഫ്ലൈറ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഏരിയകളും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് ഈ പാനാസോണിക് G9 Mark II എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പം സൈക്ലിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഷോട്ട്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്പോർട്സ് അത്ലറ്റിനെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്ലറ്റിൻ്റെ ആക്ഷനും ആ ഇമോഷൻസും എല്ലാം പകർത്താൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് ഈ G9 Mark II. അതിൽ നമുക്ക് പ്രീ ബേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡ് വളരെ നൂതനമായിട്ടുള്ള ആ ഫീച്ചേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് പാനാസോണിക് ഈ ഒരു ക്യാമറയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ IBIS ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതൊരു 8 ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷനായിട്ട് ഇതിൽ കൂട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇറങ്ങിയ ആ മോഡൽ G സീരീസിൻ്റെയൊക്കെ ഈ 5 അല്ലെങ്കിൽ 7 വരെയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു IBIS തന്നെയാണ് ഈ ഒരു ക്യാമറയിൽ ലുമിക്സ് കൊടുത്തിട്ടുള്ളത്. IBISൻ്റെ ഈ ഒരു അഡ്വാൻസ്മെൻറ്റ് നല്ല രീതിയിൽ നമുക്ക് ഈ ഫോട്ടോ ഷൂട്ടിങ്ങിനും അതേപോലെ തന്നെ ഈ വീഡിയോ ഷൂട്ടിങ്ങിനുമൊക്കെ പര്യാപ്തമാണെന്ന് പറയാം. ഹൈ സ്പീഡ് ബെർസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ പാനാസോണിക് ഈ ഒരു ക്യാമറയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എല്ലായിടത്തും എടുത്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ഗോ വെയിറ്റാണ്. ഫുൾ ഫ്രെയിം ക്യാമറയിലാണെങ്കിൽ 24-70 ആ റേഞ്ച് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു റേഞ്ച് നമുക്ക് ഈ 12 to 60 മില്ലിമീറ്ററിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിലോ, ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഇവൻറ്റ് അങ്ങനെയുള്ളതൊക്കെ കവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 12 to 60 മില്ലിമീറ്ററിൻ്റെ ഈ ലെൻസ് ധാരാളമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തുടക്കക്കാർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും 4Kയിൽ 120 frames per second ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്നിരുന്നാലും ആ ഒരു സ്ലോ മോഷൻ ആയിട്ടുള്ള വീഡിയോസ്, പ്രത്യേകിച്ച് ഒരു റീല് കാണിക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ റീല് കാണിക്കാൻ, നമ്മൾ സൈക്കിളർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വൈൽഡ് ആനിമലിനെ ചേസ് ചെയ്യുന്ന ഒരു സീൻ, അങ്ങനെയുള്ള സീനുകളൊക്കെ വളരെ തന്മയത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സ്ലോ മോഷനിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ ബണ്ടിൽഡായിട്ട് ലുമിക്സിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സ്റ്റിൽസ് എടുക്കുന്നവർക്ക്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും AFൻ്റെ ആ ഒരു ഇൻട്രഡക്ഷൻ, നല്ല രീതിയിലുള്ള AF ആണ് പാനാസോണിക് ലുമിക്സ് G9 Mark IIൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ്ജക്റ്റിൻ്റെ ഫോക്കസ്, പ്രത്യേകിച്ച് ആ ഫേസ് ഐ റെക്കഗ്നൈസേഷനൊക്കെ, ആനിമൽ ഐ റെക്കഗ്നൈസേഷനൊക്കെ, ബേർഡ് ആയാലും ശരി, ആ ബേർഡ് ഇൻ ഫ്ലൈറ്റൊക്കെ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഗതിയിൽ ഇപ്പം നമുക്ക് ഈ നിക്കോൺ പോലെയുള്ള ക്യാമറകളിൽ, ഇതിൻ്റെ Z6 II പോലെയുള്ള ക്യാമറകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓട്ടോ ഫോക്കസ്. നമുക്ക് ഈ ഫാസ്റ്റ് മൂവിങ് സബ്ജക്ട്സിൻ്റെ ഓട്ടോ ഫോക്കസ് കൃത്യമായിട്ട് കിട്ടത്തില്ല.
അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഈ പാനസോണിക്കിൻ്റെ G9 Mark II ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ ഏതൊരു വെതർ കണ്ടീഷനെയും അതിജീവിക്കാൻ പറ്റുന്നൊരു പ്രോപ്പർ വെതർ സീലിംഗ് തന്നെയാണ് ലുമിക്സിന് G9 Mark II കൊടുത്തിട്ടുള്ളതെന്നാണ് നമുക്കെടുത്ത് പറയാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വെതർ സീലിംഗ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ക്യാമറ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു പ്രത്യേക ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 19 സ്റ്റൈൽസ് ഓഫ് ഫോട്ടോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് 19 സ്റ്റൈലിൽ നമുക്ക് ഫോട്ടോസ് ഇതിൽ പ്രീ സെറ്റിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ പല ഫീച്ചേഴ്സും ഈ ലുമിക്സ് G9 Mark II പാനസോണിക്കിന് നൽകിയിട്ടുള്ളത്. പിന്നെ വീഡിയോഗ്രാഫറിനെ സംബന്ധിച്ചിടത്തോളം പ്രീ ലട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ടൈമിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഒക്കെ വരുത്താൻ വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോസ് എല്ലാം നല്ല ക്വിക്കായിട്ട് എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിൽ കളർ കറക്ഷൻസ് വരുത്താനും കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാനും ഈ ലട്സ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ ലുമിക്സിൽ G9 Mark II കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ APC സെൻസർ ക്യാമറ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് ഫുൾ ഫ്രെയിം ക്യാമറയിലോട്ട് നീങ്ങാത്ത അല്ലെങ്കിൽ തുടക്കക്കാർ, അവർക്കൊക്കെ വളരെ ബഡ്ജറ്റഡായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു നല്ല ക്യാമറ തന്നെയാണ് ലുമിക്സ് G9 Mark II എന്ന് പറയുന്നത്. ജിംബലൊന്നും യൂസ് ചെയ്യാതെ തന്നെ കൺവീനിയൻ്റ് ആയിട്ട് ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റും. ഈസി ആയിട്ട് നമുക്കിപ്പം എവിടെയും കൊണ്ടുപോകാനും പറ്റും. നല്ല വലിയ വെയിറ്റ് ഒന്നും ഈ ഒരു ക്യാമറയ്ക്കില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഹെൽഡായിട്ട് ഹൈ റെസൊല്യൂഷൻ മോഡിൽ 100 MP വരെ ഷൂട്ട് ചെയ്യാൻ, 100 MP വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലുമിക്സിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ 1,29,900 എന്ന് പറഞ്ഞത് ബോഡി പ്രൈസ് മാത്രമാണ്, ബോഡിക്ക് മാത്രമുള്ള പ്രൈസാണ്. IMA സ്റ്റുഡൻറ്റിൽ നിങ്ങൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1,29,900 ബോഡി മാത്രം കിട്ടും. 12 to 60 mm ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിറ്റായിട്ട് കിട്ടുന്ന ലെൻസല്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങേണ്ടി വരും. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 1-2 പേര് ക്യാമറകളെല്ലാം വാങ്ങി എനിക്ക് നല്ലൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല റിവ്യൂ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വർഷമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഒരുപാട് വീഡിയോസ് ഇതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് ക്യാമറകളെക്കുറിച്ചുള്ള റിവ്യൂസ് ഇതുമായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പുതിയ ക്യാമറകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ സ്റ്റേ സേഫ്, ബൈ.